പൂതനപ്പറമ്പിൽ അനാൻഷ ഞങ്ങൾക്കുണ്ടാ ഒരു അനാൻഷ എന്താ മറ്റേ പാട്ടാണ് പാടുന്ന ആയിക്കളെ നോക്കല്ലേ റമലാൻ പി വണ്ടി കത്തുനായ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിൽ അങ്ങനല്ല ഇങ്ങനെ ചക്ര വെച്ചു കൊടുക്കലടാ. അങ്ങനത്തെ അതെ ചക്രല്ല വേറെ ചക്രല്ല. എല്ലാരും കൊടുക്കണ്ടോ? എല്ലാരും കൊടുക്കണ്ടോ? പൊട്ടാ ഞാൻ പറഞ്ഞു കിട്ടണോ കിട്ടണോ കിട്ടില്ലേ കിട്ടണോ? പിന്നെ കാണൂല. ഹലോ 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 ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് നമ്മൾ പൂതനപ്പറമ്പ് അങ്ങാടി കത്തിക്കാൻ പോവാണ്. യെസ് പടക്കം പൊട്ടിക്കാം. പെരുന്നാളിന് പടക്കം പൊട്ടിക്കാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല. നമുക്ക് കട്ട് ഓമേഗ ബാബു വണ്ടിയൊക്കെ നിർത്തേ കൊടുക്ക് ഇതിന് പേടിയാണ്. സാറോ എടുക്ക്. അപ്പൊ എന്തെല്ലോ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ടോട്ടലി പ്ലാൻഡ് അല്ലാത്ത അൺപ്ലാൻഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ പരിപാടികൾ സെറ്റാക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ആയില്ലോ ഇത് സിസ്റ്റം എങ്ങനെടാ? ഇത് തുറന്ന തുറക്ക്. അത് കാണിച്ചു കൊടുക്ക് സിയാസേ. ഇതാണ് നമ്മുടെ കമനീയ ശേഖരം. കുറേയൊക്കെ നമ്മൾ തീർത്തു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. താഴ്ത്ത പൊട്ടിക്ക. അതെ, പക്ഷെ നമ്മൾ ഒരു സാഹസികമായി അതെ ഒരു ഇതുപോലെ ഓരോ വെറൈറ്റികളായിട്ട് പൊട്ടിക്കാം. കണ്ടോളി. അങ്ങനത്തെ ഒരു വെറൈറ്റി ആണ് നിങ്ങൾ കാണാൻ പോണത്. അപ്പൊ ഇത് അപ്പൊ ഇത് വേറെ. അതെ, ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയാ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. ഇത് കാണിച്ചു കൊടുക്ക്. സ്കൈ ഷോട്ട് കഴിഞ്ഞിട്ട് വരെ ഇത് കഴിഞ്ഞിട്ടാണ്. അല്ല, ആളെ മേത്തേക്കകത്ത് വണ്ടി അല്ല ആ സ്കൈ ഷോട്ട് കാണിച്ചു കൊടുക്കും. വണ്ടി 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 ഷിയാസ് കാണിച്ചു. ഇത് കാണിച്ചു കൊടുക്കേ. അല്ല ചേച്ചാലടാ ആ പീടിയ പോകും. പിന്നെ എളപ്പ സീനാക്കും. കാണിച്ചു കൊടുക്ക്.
വണ്ടിയുടെ വണ്ടി അപ്പോ ജെസ്സി പറയും എന്തെങ്കിലും പറയും നിനക്ക് ഭ്രാന്താണല്ലോടാ പന്നി. സ്കൈഷോട്ട് ഓ സാധനം നമുക്ക് ഇതിനെ കുറിച്ച് വലിയൊരു ഐഡിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എൻജോയ് ചെയ്യാം. നമ്മളെ ചങ്ങന്മാരപ്പം എല്ലാവരും എൻജോയ് ചെയ്യാം. അപ്പം നമുക്ക് എന്തെങ്കിലും പറയണോ? പറടാ എന്തെങ്കിലും ഒന്ന്. പിന്നെ എന്ത് എന്താ പറഞ്ഞേ? ജീവിതം. ഇനി അതുപോലെ തന്നെ വണ്ടിയൊക്കെ വരുന്നുണ്ട്. നമ്മൾ പൊട്ടിച്ചിട്ട് വണ്ടി പോയാൽ മതി. ആ ഒരു മൈൻഡാണ് നമുക്ക്. അതില്ല ഇത് കഴിഞ്ഞോട്ടെ. ഓ ഓ അതില്ല ജസീല അഞ്ചുർക്ക് ജസീല അഞ്ചുർക്ക് അല്ല നിൽക്കുന്നത്. ആയില്ല ഇങ്ങോട്ട് അടുത്തുക്കോ സിയാസേ അടുത്തുക്കോ. അഞ്ഞ് ജസീല പറയും വണ്ടി പോട്ടെ പറയേ. മൂട്ടുകെട്ടിന്റെ നമുക്ക് ജസീല മൂട്ട് കെട്ടുന്നു. അതെ പടക്കങ്ങൾ എന്നൊരു വീക്ക്നെസ് ആയിരുന്നു. എന്നും ആരെ ബാക്കിൽ കിട്ടണേ? വണ്ടി അപ്പോ എടുക്ക്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ലൈഫിൽ എൻജോയ് ചെയ്യേണ്ടത്. അതെ ഇങ്ങനെ കത്തിക്കണേ എവിടെയെങ്കിലും തീ കൊടുക്കാം. നമുക്ക് അങ്ങനെ ഇത് വെറുതെ തീ കൊടുത്താൽ മതി. മേലെ വെറുതെ തീ കൊടുക്കും. നമുക്ക് ഇതിനെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നുമില്ല. പക്ഷെ ചെയ്യണേ നമ്മുടെ സന്തോഷം നോക്കുക എപ്പോഴും. ഗുണ്ടത് അതില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഷോമോനാണ് ഇപ്പൊ ചെയ്യുന്നത്. അങ്ങനെ പറയാനുള്ളത് എനിക്കൊന്നും പറയാനില്ല. ഇതെന്താണെന്നുള്ള ആകാംക്ഷയിലാണ്. ഇത് ഇതോടെ തീ കൊടുക്കുക. ഇത് എവിടെ നിന്നൊന്നും അറിയാൻ കത്തിച്ച് മേലെ വെച്ചാൽ മതി. കത്തിക്കോട്ടെ തിരിഞ്ഞു നോക്കടാ. ഒന്നുമില്ല വെച്ചാ മതി. എന്നെ കൊണ്ട് പറ്റൂല. ഇത് പൊട്ടി അതിന് തിരിയൊന്നുമില്ല. വണ്ടി മാറിക്ക് ആ സാധനം ഒന്ന് മാറ്റിയാ. ആയില്ല ഏതെങ്കിലും ഒന്നത്തിക്കോ. ഓക്കെ എന്ത് അപ്പൊ സൈഡിൽ കൂടെ വണ്ടികളൊക്കെ പോകണം. പക്ഷെ നമുക്ക് എന്താ വണ്ടി? നമ്മളിവിടെ പൂതറപ്പ് കത്തിക്കാതാണ് നമ്മളെ. അതില്ല നമ്മളെന്തെങ്കിലും നാട്ടിലെന്തെങ്കിലും വെറൈറ്റികൾ എപ്പോഴും കൊണ്ടുവരാൻ നോക്കുക. അല്ലാതെ എപ്പോഴും ഇങ്ങനെ അതാ രണ്ടുപേൻ കാണിക്കും. മറ്റേ ഞാൻ അടുത്ത് നമ്മളെടുത്ത് പല രീതിയിൽ പല സാധനങ്ങളുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബാ അടുത്തേതാ അത് കാണിച്ചു കൊടുക്ക്. അതിന് മൂട്ടിലെത്തിക്ക്. അല്ല ആ തുഞ്ചത്ത് ഇങ്ങനെയല്ലേ പിടിച്ചേ? ആ തുഞ്ചത്ത് പിടിച്ചക്ക് മേയാണ് കത്തിക്കൂടെ. മൊണ്ണ ജസീലിന് കുടിക്കാ. മേലെ കൈ തൊട്ടതാ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ മുന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള നാട്ടിലെ ഷോമോൻ അത് പൊട്ടുന്നില്ല. അത് തോട്ടത് അപ്പോൾ നാട്ടിലെ ഷോമോന്റെ ഷോകളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാ അതാ
ഓ അത് പോട്ടെ. ഓ അപ്പൊ അഭിപ്രായം പറയും വീഡിയോയിലോ. ഇതിന്നൊക്കെ കിട്ടുന്നൊരു നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്, അത് ഒരു വേറെ തന്നെയാണ്. നാട്ടുകാർക്ക് നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കണം. അതത്രേ ഉള്ളൂ, അത് അത്രേ ഉള്ളൂ. വണ്ടി വരണ്ടേ വാ. ഇത് കൂറ്റല. ഇത് പോരാ ഇത് പോരാ ഇത് പോരാ. ഇത് നമ്മൾ പ്രതീക്ഷിച്ചത്രയൊന്നും ഒരു പോരാ പോരാ. ഇതാ മൂട്, ഇത് കൈക്കോട് ചാൻസ്. കിട്ടിയില്ലേ? കൂട്ടത്തില് ഏറ്റവും കൂടുതൽ വക്കോട്ടി ഒന്നുണ്ടാവും, ഭ്രാന്തൻ. കൂട്ടത്തിലെ ഭ്രാന്തൻ, അതാണ് നിങ്ങളിപ്പോ കണ്ടത്. നമുക്ക് എന്തെങ്കിലും ഭ്രാന്തനാണ്, ഭ്രാന്തൻ. മേശപൂജനാണോ ലാസ്റ്റ് ഇതാ? ആമാ ഇതെന്താ ഇതുള്ളൂ? കഴിഞ്ഞ ബാക്കി കഴിഞ്ഞോ? അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റത്തെ ഇതാണ്. ആ വണ്ടി എടുത്ത് അപ്പൊ ഇത് നമ്മളെ ലാസ്റ്റിലെ ഷോട്ടാണ് ഈ പോണം. ഓ ഏത് സാധനം. ബാ ഇങ്ങോടെ ബാ ജെസിയെ, ഇനി എല്ലാരും വരി, അഭിപ്രായം പറയും. മുബാറക്ക് ഈദ് മുബാറക്ക്. മറന്നാളാ ഒന്ന് വെച്ചിട്ട് ഒപ്പ് കത്തിക്ക. അസിതൊന്നും വേണ്ട. ഇതെടുത്തോ വീഡിയോ ആണോ? ഇക്കൊല്ലത്തെ പെരുന്നാള്. അപ്പൊ ഇക്കൊല്ലത്തെ പെരുന്നാളും നമ്മള് കഴിഞ്ഞ റമദാൻ പിരിഞ്ഞു പെരുന്നാൾ അണഞ്ഞു പ്രിയമുള്ള, അങ്ങനെ റമദാൻ നമ്മളെ പറഞ്ഞ് പെരുന്നാൾ നമ്മളെ വിട പറഞ്ഞ് നമ്മളെടുത്തുനിന്ന് പോയതാണ്. കിടല്ലേ? അപ്പോ എന്താ പറയാ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പം എപ്പോഴും സേഫ്റ്റിയും കാര്യങ്ങളും നോക്കുക. നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാൻ പാടുള്ളൂ. ബാ ഇങ്ങോട്ട് വാ ഷിയാസ, ബാ ആ വണ്ടി വിട്. ആയില്ല, ഇങ്ങോട്ട് അടുത്തേക്ക് വാ. എടാ ഒരു വടക്കം കൊണ്ടോ, ഒന്നുണ്ടോ ഇത് ലൈറ്ററോടെ ഷിയാസബാ. അല്ല വണ്ടി എടാ ലൈറ്റർ ഉണ്ടാ ലൈറ്റർ എന്നാ ജെസി, ലൈറ്റർ ഉണ്ടാ ഷിബി, ആ ലൈറ്റർ ഉണ്ടാ? ലൈറ്റർ ഉണ്ടോ? സിയോ ഇവിടെ വാ. മാറുന്നാളാ മാറുന്നങ്ങട്. അപ്പം ചെവി ബാ സിയാസോടാ. അപ്പം എന്താ പറയാ, പരീക്ഷ അടുത്തേക്കുന്നോ? അപ്പോൾ ഇങ്ങനത്തെ ഓരോ സാഹസ്യങ്ങൾ നമ്മൾ ലൈഫിൽ ചെയ്യുമ്പോഴാണ് നിക്ക് അപ്പൊ ഇങ്ങനത്തെ സാഹസങ്ങൾ നമുക്ക് പറ്റൂല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാണ്ടിരിക്കുക. ഓൾവേസ് ബി സേഫ്. എപ്പോഴും നമ്മൾ നമ്മളെ സേഫ്റ്റിയാണ് നോക്കേണ്ടത്. അതിൽ വൈൻഡപ്പ് ആയില്ലേ, ഇനി കുറെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാണ്ട്. ഇനി കുറച്ച് കാര്യപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും. ശിബി വാ. ഷോട്ട് കൈ പോയി അത്രേ ഉള്ളൂ. ഇനി അടുത്ത ആൾക്ക് ഇന്നെന്തിനാ വിളിച്ചെടുത്ത്? നമ്മൾ പറയണ്ടല്ലോ. വാ
ഞാൻ ഒന്നും കണ്ടില്ല. നിങ്ങള് പെരുന്നാൾ ഉറങ്ങി തീർത്ത ഒരു വ്യക്തിനാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ ഓരോ വക്കോട്ട് കുറേ ആൾക്കാർ പെരുന്നാളിൽ ഉറങ്ങുക അങ്ങനെ ഓരോരോ എന്തേലൊക്കെ ഒരു 30 ദിവസം നോമ്പെടുത്ത് നമ്മൾ പെരുന്നാൾ ഈ മാനോട് കൂടി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ചിലവരത് ഉറങ്ങി തീർക്കും. എന്തിനാ പിന്നെ ഈ റമദാനിലെ നോമ്പ് നമ്മൾ ശരിക്കും ഉറങ്ങി തീർക്കണം. അതിനോട് കാര്യമില്ല. ഓരോ ശൈലിയാണ്, ഓരോ രീതിയാണ്, ഓരോ എനിക്ക് ആകെ ഒരു ചടുപ്പുള്ള 29 കിട്ടിയിട്ടുള്ളൂ. ആർക്ക് കിട്ടീന്ന്? പിന്നെ ഈ ഒരു പടക്കത്തിന് പൈസ തന്ന ഒന്ന് നമ്മളെ ഞാൻ തന്നെയാണ്. പിന്നെ നമുക്ക് വേറെ പൈസ നമ്മളെ കുഞ്ഞാണി പ്രത്യേക നമ്മളിതില് ഓർക്കാണ്. നമ്മൾ പ്രത്യേക ഇതിൽ പിന്നെ നമ്മളെ ഇത്രയും നമ്മളെ ഈ വീഡിയോ നമ്മളെ പടക്കത്തിന് വീഡിയോ നമ്മളെ ഷിജാസ് കുഞ്ഞാണി പേരെടുത്ത് പിന്നെ ഇത് ഇത്രയും അടിപൊളി ഈ ഒരു പരിപാടി ഇത്രയും ഭംഗിയായി വിജയിപ്പിച്ച ഇത്ര കുറച്ച് ആൾക്കാർ ഇതിപ്പോ കൈ വരെ പണയപ്പെടുത്തിയാണ് നമ്മളിപ്പോ ഇതിന് ജീവൻ വരെ പണയപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഓരോ സാഹസങ്ങൾ ചെയ്യുന്നത്. എടുത്തു പറയണതാണ് ഈ മിലിറ്ററി കുഞ്ഞാണി ആളിപ്പോ നാട്ടിൽ അവനെ പ്രത്യേകം സ്മരിക്കാണ്. കുഞ്ഞാണി ഈ മരിച്ചോലല്ലോ മരിച്ചോലല്ലോ സ്മരിക്കാറില് മരിച്ചോലെ സ്മരിക്കാറില്ല. ഇത് കുറച്ച് ഓവറുമാണ്. ഇവനാണെ കുറച്ച് ഓവറും. വണ്ടി നമ്മളൊക്കെ വായിക്കണം അത്ര ഞങ്ങളെ നാട്ടില് ശാസ്ത്രീയ സംഗീത അല്ല മറ്റേ എന്താ പറയുക കർണാടക സംഗീതം കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഇതുവരെയുള്ള ഒരേ ഒരു വ്യക്തി ഇവനാണ്. അഹങ്കാരല്ലേ കേട്ടോ. അതേപോലെ പറയ് എന്താണ് ഇന്ന് വിളിച്ചെത്തിവൻ എന്തിനാ പറയും. പടക്കം പൊട്ടിച്ചു. കൊല്ലത്തെ പെരുന്നാള് റാത്തായി. ഇതിലും ഗംഭീരമായിട്ട് നമ്മൾ നടത്താൻ ശ്രമിക്കും. അതന്നെ മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൂതൻപറമ്പിൽ ഇതുവരെ കാണാത്ത ഒരു പടക്കം പൊട്ടിക്കൽ നമ്മളിപ്പോ കഴിഞ്ഞു. ഇനി അടുത്ത കൊല്ലം ഇതിനും ഗംഭീരമായിട്ട് ഇതിനേക്കാൾ പൂതനപ്പറമ്പിന്റെ അത്ര വെളിച്ചെത്താത്തൊരു നാട് ലോകം ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് വരെ ഇതന്നെ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് അതിനെ പറയാം. എൻഡ് ഓഫ് ദ വേൾഡ് അങ്ങനെയല്ലോ. അടിപൊളി നാടാണ്. ഞങ്ങൾ നിൽക്കുന്നത് വരെ ഒരു യുദ്ധത്താണ്. നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ അടുത്ത കൊല്ലം നമ്മൾ ഇതിനും ഗംഭീരമായിട്ട് കൊല്ലത്തിനാക്കണ്ട വലിയൊരു ഇതിലും ഗംഭീരമായിട്ട് പ്രവാസികളുടെ കാര്യങ്ങളുള്ള ആ ഒരു സംഭാവനകൾ ഗംഭീരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതെ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാനായില്ല. കഴിഞ്ഞോ 120 അടുത്ത് 120 വലിയ ഷോട്ട് ബ്ലോഗ് പേജ് ആസിഫ് ഞങ്ങളുടെ നാട്ടിലെ വലിയ വീഡിയോഗ്രാഫറാണ്. നബിൽ ബാദുഷ കഴിഞ്ഞാൽ അടുത്ത വീഡിയോഗ്രാഫർ പറഞ്ഞോ. ഇപ്പൊ എന്താ ചെയ്യണേ? അല്ല ഇപ്പൊ വീഡിയോ സെറ്റ് ആക്കിയാണ് കേട്ടോ. അപ്പോ നമ്മൾ കൊണ്ടോടി ഷാഡ് ചെയ്യാൻ പോടാ. എല്ലാം പറ ഇത് നമ്മളൊരു മെമ്മറി ഓർമ്മ നമ്മളെ അതൊക്കെ വരും. നമ്മളെ നോമ്പർപ്പിച്ചല്ലേ നോമ്പറക്കാൻ പോയത് കണ്ടോക്കെ. എവിടെ വണ്ടി എടുത്തു പോവാ നിങ്ങൾ കൊടുക്ക. അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ചായ അടിക്കാൻ പോണില്ലേ? ചായ കുടിക്കുന്നവരെ. അപ്പൊ നമ്മള് ചായ അടിക്കാൻ പോവാണ്. എല്ലാം പ്രീ പ്ലാൻഡ് അല്ലാത്തൊരു എക്സ്പെക്ട് ദി അൺഎക്സ്പെക്ടഡ് ഓൾവേസ്. ഗംഭീരായി പരിപാടി സൂപ്പറായി. അതാണ് എപ്പോഴും നമ്മളെ സന്തോഷങ്ങൾ കണ്ടെത്തുക. പടക്കം വാങ്ങിയിട്ട് പൊട്ടിച്ച സുഹൈലിനെ ഇത്രയൊക്കെ വേർക്കണം. അതിനാണ് ജിമ്മിന് പോകേണ്ട 500 രൂപ ഒന്നും എന്താ പടക്കം വാങ്ങിയിട്ട് പൊട്ടിച്ചാൽ മതി. അതെ. അപ്പോൾ നല്ലൊരു കാർഡിയോ വർക്കൗട്ടും കിട്ടും. അപ്പോൾ ഞാനെന്താ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ കണ്ടില്ലേ ഷോട്ട് അങ്ങനെ വരിക. വണ്ടി മുതലായി കിട്ടില്ല. വണ്ടി ആരെങ്കിലും ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കേണ്ടത് എടുത്തോളി. വണ്ടി കണ്ടിട്ടാണ് കഴിഞ്ഞു. അവരോട് പറഞ്ഞില്ലപ്പോ പൂതനപ്പറമ്പിൽ അനാൻഷ ഞങ്ങൾക്കുണ്ടോ ഒരു അനാൻഷ ഓനെ ടോപ്പാക്കലാവൂലേ?
കുറച്ച് കർണാടക ഷൈബ് എടാ ഇവന് ക്യാമറ ചെയ്യാണ് ഭയങ്കര ഫ്രണ്ട്സിനോടുള്ള ഷൈ ഫുള്ളൊരു ഷൈ എന്തൊരു ഷൈ പിന്നിലൊക്കെ ആണെങ്കിൽ കഴിവുകളുണ്ട്. ഇൻട്രോവേർട്ടിന്റെ ക്യാമറ എടുത്തവനാണ്. അത് എന്താ വെച്ചാൽ ഇവന് ക്യാമറന്റെ മുമ്പ് വരാനുള്ള ഷൈ പേഴ്സൺ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഓരോ എന്താ പറയാ കുത്തിക്കഴപ്പുകളാണ്. ഇപ്പൊ വണ്ടി പഞ്ചറാണ് ആലോചിച്ച് നോക്കി. എത്ര സുക്കൂന് അതിനോണ്ടല്ല അത് തരാം. എന്റെ അമ്മ അടക്കോളാ, പിന്നെ തുറക്കൂല, പിന്നെ തിന്നണത്തിലൊക്കെ നമ്മള് ചാടിക്കാനല്ലോ പിന്നെ ഉമ്മ കിടന്ന പിന്നെ രാത്രി നമുക്കും പോവാം. നിങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് ഇങ്ങനത്തെ സുഹൈല പറയും. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ? നമുക്ക് എപ്പോ കേറി ചെന്നാലും തുറന്നാലും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. നമ്മളാണ് എനിക്ക് എന്തേലും തിന്നാ തന്നാൽ പിന്നെ ഉമ്മാക്ക് ഉമ്മാന്റെ പണി കിടക്കാം. ഇതൊക്കെ വെറും എന്താ ഈ നന്മമാരും കളിക്കുന്ന കുറച്ച് ടീമുണ്ടല്ലോ, വെറും മറ്റേതിനെന്താ സിയാസ പറയല് പെണ്ണും ആണും ഇങ്ങനെ നിക്കണേ സദാചാര ടീമാണോ അവനെ. അപ്പൊ ഇപ്പൊ വരുമോ? റോഡൊക്കെ കാണിച്ചു കൊടുക്കടാ. റോഡ് ഞങ്ങളുടെ നാട്ടില് 3 പ്രാവശ്യം ഒരേ വണ്ടി എടുത്ത് ഒരേ ഒരാൾ, 3 വണ്ടി എടുത്ത് ഒരാൾ. മുമ്പത്തെ നമ്പർ ജിനാന്റെ വണ്ടിയാണ്. അപ്പോ ഇപ്പത്തെ എന്തിന് അപ്പൊ നമ്മളിപ്പം എന്താ പറയാ ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മള് ചാടിക്കാൻ പോവാണ്. ബാക്കി കാര്യങ്ങള് ചായ കുടിക്കണം അവിടെ എന്ന് പറയാം. അപ്പൊ അതുവരെ സൈനിങ് ഓഫ് ആയിട്ടില്ല. ഇനിയുണ്ട് സംഭവത്തിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പം ഒരു ചായ എന്തെങ്കിലുമൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് ഒരു കഫേയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കുന്ന ആ രീതികളൊക്കെ വ്ളോഗ് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടത്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഡ്രൈവിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ന് പെരുന്നാളായതുകൊണ്ട് കുറേ കടകൾ തുറന്നിട്ടില്ല. ആൻഡ് തുറന്ന കടകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കും. അപ്പം ഇങ്ങനെ ഓരോ കടകൾ മാറി കയറുന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോ എടുക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒന്നാമത് ഞാൻ അല്ലെങ്കിൽ ഈ വീഡിയോ എടുത്തു തരുന്ന ചങ്ങായി ഓരൊക്കെ ഒന്നെങ്കിൽ വണ്ടി ഓടിക്കേക്കാറ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കിലേക്കാറ് നമ്മൾ ഓരോ ലൊക്കേഷനൊക്കെ നോക്കണം. അതുകൊണ്ട് തന്നെ നായ്ക്കളൊക്കെ ഓരക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ മിസ്സായി. ഇപ്പം ഞാൻ തിരിച്ചതാ വീട്ടിലെത്തി, വീട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഒരു മൈൻഡപ്പ് ചെയ്യണമല്ലോ. ഞാൻ മറ്റേ ചങ്ങായി മൈൻഡപ്പ് പറഞ്ഞപ്പോൾ ഞാൻ ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ഇനി മൈൻഡപ്പ് എന്നില്ലെങ്കിൽ മോശമാണ്. അപ്പം എന്താ പറയുക, അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. ഇനി എന്തായാലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ്സും കാര്യങ്ങളും വരും. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റിൽ ഇടുക. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഹോപ്പ് ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. അടുത്തൊരു നല്ലൊരു വീഡിയോ എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ ബാച്ച സൈനിങ് ഓഫ്.